ദോശ ആയാലോ? ഒരു മസാല ദോശയും ചായ. എന്തൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. അവസാനം ഒരു ദോശയും ചായ കോമൺ. ഞങ്ങളങ്ങനെ നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്തേക്കുന്ന ദോശയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. രാത്രിയാണ്. ഇപ്പം സമയം 9 മണിയായില്ലേ? 8 മണിയായുള്ളൂ. നോട്ട് ദറ്റ് മച്ച് രാത്രി ആയില്ല. 8:02 ആയുള്ളൂ. ഫൈനലി മസാല ദോശ കിട്ടും. മസാല ദോശ പ്ലെയിൻ ദോശ. സാധാ ദോശയെ കഴിക്കുകയുള്ളൂ. എന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞ് ബ്ലാക്ക് ടീ എത്തി ഗൈസ്. ഫുള്ളി കംപ്ലീറ്റ് ആക്കി ഗൈസ്. ഊതി കുടിക്കണം. ചൂടി ചായ ഊതി കുടിക്കണം. ജോസിക്ക് എങ്ങനെയാണ് ജോസി? നല്ല ക്ലൈമറ്റും പുറത്ത്. അങ്ങനെ ചായയും ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിടത്തോട്ട് പോവാം. ഇനി നേരെ ഹോസ്റ്റലിലോട്ട് പോവുക. അവിടെ പോയി കിടന്നുറങ്ങുക. വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? ബാക്ക് ടു നോർമൽ ലൈഫ്. ഇനി നാളെ തുടങ്ങി എന്താ റുട്ടീൻ? ബാക്ക് ടു ഹെക്ടിക് ഡേയ്സ്. ഇനി കോളേജിൽ പോകണം, പഠിപ്പിക്കണം, അതിന് പ്രിപ്പയർ ആവണം. പിന്നെന്ത്? പോർഷൻ തീർക്കണം. അതെ. ചേച്ചിക്ക് പെട്ടെന്ന് പോകണം ഇവിടെ നിന്ന്. ആർക്ക്? ചേച്ചി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനും പോകും ഗൈസ്. ചേച്ചി പോവല്ല, ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ്. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യേനി. നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിള്ളേർ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ തല്ലിക്കൊല്ലും. എനിക്ക് ആകെപ്പാടുള്ള കഞ്ഞിക്കുള്ള കഞ്ഞിക്കുടി മുട്ടും. വണ്ടി ഇവിടെ എവിടെയോ പാർക്ക് ചെയ്തു. വണ്ടിന്ന് ഉദ്ദേശിക്കുമ്പം നമ്മുടെ രേവതി ചേച്ചിയുടെ വിമാനം. ചേച്ചിയുടെ വിമാനത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ട ഓക്കെ തരൂ. വിമാനം ഓടിക്കുന്ന പൈലറ്റ് ആവുമ്പോൾ പിന്നെ ഇത്രയും പ്രഹസനമൊക്കെ വേണ്ടല്ലേ?